നമുക്കറിയാം ഈ PM ശ്രീ പദ്ധതി അത് 1-2 വട്ടം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നതാണ്. പക്ഷേ പിന്നീടും അത് ഒന്നുമാകാതെ അത് വീണ്ടും മാറ്റിവെക്കുന്ന സാഹചര്യമൊക്കെയാണ്. ഇപ്പോൾ CPIയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള CPI മുഖപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. അതായത് PM ശ്രീ പദ്ധതിയിൽ ചേരേണ്ടതില്ല എന്നാണ് ജനയുഗം പറയുന്നത്. മോദി സർക്കാരിന്റെ ദുശാഠ്യത്തിന് വഴങ്ങരുത് എന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. SSA ഫണ്ട് തടഞ്ഞു വയ്ക്കുന്നതിലും വിമർശനമുണ്ട്. അർഹമായ അവകാശങ്ങൾ കണക്ക് പറഞ്ഞു വാങ്ങണമെന്നും ജനയുഗത്തിൽ പറയുന്നുണ്ട്. VS അനുരാഗാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്ക് ചേർന്നത്. അനുരാഗ്, ഈ PM ശ്രീയിൽ ചേരാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴും തിടുക്കം കാട്ടുമ്പോഴാണ് CPIയുടെ നിലപാട്. എന്താണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്? സേതു സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനം. PM ശ്രീയിൽ ചേരാൻ വിദ്യാഭ്യാസ വകുപ്പ് തിടുക്കം കാണിക്കുമ്പോഴാണ് CPI അത് ചേരേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. PM ശ്രീയുടെ ധാരണാപത്രം ഒപ്പുവെക്കാത്തതിന്റെ പേരിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട 1500 കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത്. ഇക്കാര്യം കൃത്യമായി ജനയുഗം മുഖപ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഘടകങ്ങളിൽ ഒന്നാണ് PM ശ്രീ പദ്ധതി. NEP 2024 നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ വിയോജിപ്പ് രാഷ്ട്രീയവും ആശയപരവും പ്രായോഗികവുമായ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. കേരളമടക്കം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും മികവും അവഗണിച്ച് ഈ രംഗത്തെ തുടർ വികാസത്തെയും വളർച്ചയെയും തടയാൻ മാത്രമാണ് മോദി സർക്കാരിന്റെ ദുശാഠ്യത്തിന് കഴിയുകയുള്ളൂ. അത്തരം സമ്മർദ്ദങ്ങൾക്ക് ഒരിക്കലും വഴങ്ങിക്കൊടുക്കരുത്. അർഹമായ അവകാശങ്ങൾ കണക്ക് പറഞ്ഞു തന്നെ വാങ്ങണമെന്നും പറഞ്ഞാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. ശരി, VS അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്.